ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാനായിട്ട് പോകുന്നത് നല്ലൊരു അസാധ്യ ടേസ്റ്റുള്ളൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് പൊട്ടറ്റോ ഇട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ചിക്കൻ ബ്രസ്റ്റ് എടുത്ത് ഞാൻ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണയും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം തന്നെ നന്നായി കൂട്ടി തിരുമ്മി വെക്കാം. മാരിനേറ്റ് ചെയ്തിട്ടുള്ള ചിക്കൻ നമുക്ക് ഫ്രിഡ്ജിൽ അല്പനേരം അങ്ങനെ തന്നെ സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ നമ്മുടെ ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ചിക്കനിലോട്ട് നന്നായി പിടിച്ച് കിട്ടും. ഇനി ഇതിലോട്ട് വേണ്ട ഗ്രേവി തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടി ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോൾ നമുക്ക് ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ വെളിച്ചെണ്ണയിലോട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ള 3 മീഡിയം സവാള ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് തന്നെ നമുക്ക് വഴന്ന് കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ഇതിലോട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ഇനി ഒരു ബ്രൗൺ നിറമാവുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇപ്പൊ നമ്മുടെ സവാളൊക്കെ വഴന്നു വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളക് നെടുകെ കീറിയതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഈ പൊടികളുടെയൊക്കെ റോ ടേസ്റ്റ് പോയി കിട്ടണം. അതുവരെ നന്നായി ഒന്ന് നമുക്ക് മൊരിച്ചെടുക്കാം. ഇപ്പൊ പൊടികളെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1/2 ടൊമാറ്റോ ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ടൊമാറ്റോ നമുക്ക് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് അല്പനേരം മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പൊ നമ്മുടെ ചിക്കൻ എല്ലാം 3/4 ഭാഗത്തോളം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 2 മീഡിയം പൊട്ടറ്റോ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് അല്പനേരം കൂടി വേവിച്ചെടുക്കാം. ഇപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ ബ്രസ്റ്റും പൊട്ടറ്റോയും കൂടിയിട്ടുള്ള ഒരു കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും തന്നെ ഒരു വീഡിയോ കണ്ട് ട്രൈ ചെയ്ത് നോക്കിയോളൂ. വളരെ ടേസ്റ്റുള്ള കറിയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.